അലക്സ് റാം മുഹമ്മദിലേക്കാണ് ഇനി മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ് അലക്സ് റാം മുഹമ്മദ് ചേരുന്നത്. അലക്സ്, നേരത്തെ അവിടെ വനമന്ത്രി എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആശ്വസിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നതും കണ്ടതാണ്. ജനകീയ തെരച്ചിൽ തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ, അലക്സ്? തിരയുന്നത് അവന്റെ വാപ്പായി തിരയുന്നത് ആ മണ്ണിനടിയിൽ തൊഴുത്തിടിയിൽ തിരയുന്നത് കണ്ടു. അതെന്തൊരു ദൃശ്യമാണ് എന്നുള്ളത് ഇനി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവന്റെ ഒരു ബന്ധു കൂടി ഉണ്ടായിരുന്നു, അയ്യൂബ് എന്നൊരു ബന്ധു കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മന്ത്രി AK ശശീന്ദ്രൻ ഇവിടേക്ക്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ജനകീയ തിരച്ചിൽ നടക്കുന്നുണ്ട്. 6 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത്. ഒട്ടേറെ ആളുകളെ കണ്ടെത്താനുണ്ട്. ഒട്ടേറെ ആളുകൾക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. അവരെയൊക്കെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ട ശ്രമങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ 6 സോണുകളായി തിരിച്ചാണ് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ദുരന്ത ഭൂമിയിലെത്തി വിങ്ങിപ്പൊട്ടുന്ന നമ്മൾ അല്പസമയം മുൻപ് കാണുകയും ചെയ്തു. പോലീസും NDRF സംഘവും ഒക്കെ ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട്. ക്യാമ്പിൽ നിന്ന് സ്വമേധയാ എത്തുന്ന ആളുകൾ കൂടി ആ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ കൂടി ഇപ്പോൾ ആ തെരച്ചിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്.